ആദ്യം ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇറാനെ എന്തിന് ഇപ്പോൾ ആക്രമിക്കണം എന്നുള്ള ചോദ്യമാണല്ലോ ആദ്യം ഉയർന്നത്. എന്തുകൊണ്ട് ഈ സമയം തിരഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്? ഏറ്റവും സൗകര്യപ്രദമായ ഒരു സമയമാണ് ഇപ്പോൾ ഇസ്രായേലിന് കൈവന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ മാസം മെയ് 13 മുതൽ 16 വരെ അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫ് മേഖലയിലേക്ക് നടത്തിയ ത്രിരാഷ്ട്ര സന്ദർശനം, യുണൈറ്റഡ് കിങ്ഡം, സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള സന്ദർശനം വളരെ കൃത്യമായി പശ്ചിമേഷ്യയിലെ ശാക്തിക ബലാബലത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു. അപ്പോൾ ഇതുവരെ സിറിയയിൽ HTSൻ്റെ നേതൃത്വത്തിൽ അധികാരം പിടിക്കുന്നത് വരെ വെസ്റ്റ് ഏഷ്യയിൽ അതിശക്തമായിട്ട് ഒരു ഷിയ സഖ്യം നിലനിന്നിരുന്നു. അത് ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ ഫലമായിട്ട് ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ശക്തി നിർണായകമായി അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു. അതേസമയം ഹൂത്തികൾ ഇപ്പോഴും പ്രബലരായി നിലനിൽക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ സിറിയ അതിശക്തമായിട്ട് റഷ്യയുടെ പിന്തുണയും ഇറാനുമായി ചേർന്നും നിൽക്കുന്നത് തന്ത്രപരമായി അവിടെ ഇടപെടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അവിടെയാണ് തുർക്കിയുടെ സഹായത്തോടു കൂടി HTS ബാഷർ അൽ അസദിനെ പുറത്താക്കിക്കൊണ്ട് സിറിയയിൽ അധികാരം പിടിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഷിയ സഖ്യത്തിന് ബദലായി ഒരു സുന്നി സഖ്യം വെസ്റ്റ് ഏഷ്യയിൽ അമേരിക്ക രൂപപ്പെടുത്തി കഴിഞ്ഞു. അത് 2 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യമായിട്ട് അബ്രഹാമിക് അക്കോർഡ് എന്ന പേരിൽ ഇസ്രായേലും അറബി രാജ്യങ്ങളും തമ്മിൽ അബ്രഹാമിൻ്റെ പരമ്പരയിൽപ്പെട്ടവർ എന്ന ആശയം മുന്നോട്ട് വെച്ച് പരസ്പരം സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രണ്ടാമത് നോൺ അറബ് രാജ്യമായ തുർക്കി ഒരു സുന്നി രാജ്യമാണ്. അപ്പോൾ വിശാലമായ സുന്നി സഖ്യം ആ മേഖലയിൽ തുർക്കിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. സമീപകാലത്ത് തുർക്കിയും ഖത്തറും ഇറാനും ചേർന്ന് ഒരു ഐക്യപ്പെടൽ വന്നിരുന്നു ഇസ്രായേലിനെതിരായിട്ട്. ആ സഖ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി ഇറാനെ മാറ്റി നിർത്തുവാൻ ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിലൂടെ ട്രംപിന് കഴിഞ്ഞു. അവിടെ ഇന്ന് ഈ ആക്രമണത്തിന് ശേഷം തുർക്കി വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. തയ്യിബ് എർദോഗൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ മേഖലയെ യുദ്ധത്തിലേക്ക് നിർബന്ധിച്ച് വലിച്ചിടുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ അതിശക്തമായിട്ട് ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പ്രായോഗിക തലത്തിൽ വരുന്നൊരു കാര്യമല്ല. ഇപ്പോൾ തുർക്കി അവിടെ സമാന്തരമായിട്ട് ഒരു തുർക്കിയും അതിൻ്റെ പ്രോക്സികളും ചേർന്ന് ഒരു പുതിയ സംഘത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനാണ് അമേരിക്കൻ പിന്തുണയുള്ളത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും തുർക്കിയുടെയും പിന്തുണയോട് കൂടി അവരുടെ പ്രോക്സിയാണ് HTS. അവരാണ് സിറിയ പിടിച്ചത്. അതുകൊണ്ട് അമേരിക്കൻ തുർക്കി താല്പര്യങ്ങൾ വളരെ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തുർക്കിയുടെ ദേശ താല്പര്യത്തിനപ്പുറത്തേക്ക് അവർ ആ മേഖലയിൽ ഇടപെടില്ല. ഇപ്പോൾ നമുക്ക് ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വംശീയ ഉന്മൂലനത്തിൻ്റെ ഏറ്റവും ഭീകരമായ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും തുർക്കി എത്രമാത്രം ശക്തമായി അതിനെ വിമർശിക്കുന്നുണ്ട്, അതിനെതിരായിട്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ചൈനയുടെ ഇടപെടലാണ്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ 1979 മുതൽ നിലനിൽക്കുന്ന ശീതയുദ്ധം അത് അവസാനിപ്പിക്കാനൊരു മഞ്ഞുരുക്കത്തിന് തുടക്കം കുറിച്ചത് ചൈനയുടെ ഇടപെടലാണ്. അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയതോടുകൂടി റഷ്യയുടെ സ്വാധീനം നിർണായകമായി കുറഞ്ഞു. ഗൾഫ് മേഖലയിൽ ചൈന പടിപടിയായി വളർത്തിക്കൊണ്ട് വരുന്ന സ്വാധീന മേഖലയെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ ഒരേ സമയം ഒരു സുന്നി ഐക്യപ്പെടലുണ്ടാകുക, അതിലേക്ക് പാകിസ്ഥാനെ അടക്കം കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്തും പഹൽഗാമിന് ശേഷവും പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നില്ല എന്ന്. കാരണം അതോടൊപ്പം വേൾഡ് ബാങ്കിൻ്റെ ലോൺ അടക്കം പാകിസ്ഥാന് കിട്ടുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ 79ാമത്തെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് അസിം മുനീറിനെ അമേരിക്കയിലേക്ക് വിളിച്ചിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മേഖലയിൽ. ഈ സുന്നി സഖ്യം ഉണ്ടാക്കുന്നതിൽ ഖത്തറും തുർക്കിയും അതോടൊപ്പം പാകിസ്ഥാനും കേന്ദ്രസ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിന് അത്
തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാൻ വിരുദ്ധ യുദ്ധത്തിന് ഇറാനെ തകർക്കാൻ ഒരു അവസരം ലഭിച്ചത്. 2010-നും 20-നും ഇടയ്ക്ക് 5 ആണവ ശാസ്ത്രജ്ഞന്മാരാണ് അവർ കൊലപ്പെടുത്തിയത്. 2020-ൽ ഫക്രസാദി എന്ന് പറയുന്ന അവരുടെ ആണവ പദ്ധതിയുടെ തലവനെ കൊലപ്പെടുത്തിയത് യന്ത്രത്തോക്ക്, സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രത്തോക്ക് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ മാരകമായിട്ട് ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ആ മേഖലയിലെ തന്ത്രപരമായ ബന്ധങ്ങളും ശാക്തിക ബലാബലവും ഒന്നും ഫേവറബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇറാൻ്റെ ബുഷ്ഹർ ഇറാൻ പ്ലാന്റ്, അതുപോലെ നദാൻസിലുള്ള പ്ലാന്റ് ഇതൊന്നും ആക്രമിക്കാതിരുന്നത്. ഇപ്പോൾ ഈ സാഹചര്യം അവർക്ക് ഒരു അറ്റാക്ക് നടത്താൻ പറ്റുന്ന ഒരു ശാക്തിക ബലാബലം അവിടെ രൂപപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തു. ഇത് പക്ഷേ കഴിഞ്ഞ ഒരു 2 ദശാബ്ദമായിട്ടെങ്കിലും തുടർന്ന് വരുന്ന ഇസ്രായേലിൻ്റെ തുടർച്ചയായ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തുന്നു, അവരുടെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തുന്നു, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്. അതിൽ ഇന്നത്തെ ശാക്തിക ബലാബലത്തിൽ വന്ന മാറ്റം ഇസ്രായേലിന് അനുകൂലമായി വന്നപ്പോൾ അവർ വലിയ ആക്രമണം നടത്തി. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇസ്രായേൽ ഒരു പ്രബല രാഷ്ട്രമായി മാറുന്നു. ആരുടെയും നിയന്ത്രണമില്ലാതെ ഇസ്രായേൽ മുന്നേറുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമുണ്ട്.